നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പാർലമെന്റിൽ സംഘർഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംസാരിക്കാൻ സമ്മതിക്കാതെ പ്രതിപക്ഷം. പക്വതയില്ലാത്തവനെന്ന രാഹുലിനെതിരെ നരേന്ദ്രമോദി. വൻ ബഹളത്തിനിടയിൽ മോദി വികാരഭരിതനായി പ്രസംഗം പൂർത്തീകരിച്ചു. കർമ്മ ബ്രേക്കിംഗ് റിപ്പോർട്ട്. പാർലമെന്റിൽ പ്രതിപക്ഷം ശക്തി പ്രാപിച്ചതിന്റെ എല്ലാവിധ അടയാളങ്ങളും ഇപ്പോൾ കാണുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സംസാരിക്കുവാൻ എഴുന്നേറ്റപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളം ശബ്ദകോലാഹലങ്ങൾ ഉയർത്തിയും സഭ പ്രക്ഷുബ്ധമാക്കിയും തടസ്സപ്പെടുത്തുകയായിരുന്നു പ്രതിപക്ഷം. തടസ്സവാദങ്ങളെയും ശബ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ നരേന്ദ്രമോദി തന്റെ പ്രസംഗം തുടർന്നു. സ്പീക്കർ പറഞ്ഞിട്ടും പ്രതിപക്ഷം കേട്ടില്ല. തുടർച്ചയായി പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുകയായിരുന്നു. വലിയ ശബ്ദം കോലാഹലങ്ങളായിരുന്നു പാർലമെന്റിൽ ഉണ്ടായത്. ലോക്സഭയിലെ മറ്റ് മൈക്കുകളെല്ലാം സ്പീക്കർ ഓഫാക്കിയിട്ടും പ്രതിപക്ഷം ഏകദേശം 200-ലധികമുള്ള അംഗങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം. 230-ലേറെയുണ്ട്. അവരുടെ വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉയർത്തി പ്രധാനമന്ത്രിയെ തടസ്സപ്പെടുത്തുവാനുള്ള നീക്കമാണ് പാർലമെന്റിൽ ഇപ്പോൾ നടന്നത്. പ്രതിപക്ഷം പാർലമെന്റിൽ വീണ്ടും ശക്തി പ്രാപിച്ചതിൻ്റെ ഒരു അടയാളം തന്നെയാണിത്. പ്രതിപക്ഷത്തെ കേൾക്കുവാൻ ഇനി തയ്യാറാകണം. പ്രതിപക്ഷത്തെ കേൾക്കാതെ ഇനി സർക്കാരിന് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രമേയത്തിന് മറുപടി പറയുവാൻ നരേന്ദ്രമോദി എഴുന്നേറ്റപ്പോൾ തന്നെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ ആക്രമിക്കുകയായിരുന്നു. മോദിയെ പ്രസംഗിക്കുവാൻ സമ്മതിച്ചില്ല. അതേസമയം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഏതാനും ചില സന്ദർഭങ്ങൾ ഒഴികെ ബാക്കി സഭയിൽ അദ്ദേഹത്തെ വളരെ മാന്യമായിട്ട് പ്രസംഗിക്കുവാനും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുവാനും സഭ സമ്മതിച്ചിരുന്നു. BJP-യുടെ അംഗങ്ങൾ സമ്മതിച്ചിരുന്നു. ആരോടും അതിരുവിട്ട ഒരു വികാരപ്രകടനവും നടത്തുവാൻ പാടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA MP-മാർക്ക് നേരിട്ട് തന്നെ യോഗം വിളിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ മറുപക്ഷത്ത് ഇന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റപ്പോൾ തുടർച്ചയായി പ്രധാനമന്ത്രിയെ തടസ്സപ്പെടുത്തുകയും പരിഹസിക്കുകയും അതുപോലെ പരിഹസിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുകയുമായിരുന്നു. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മണിപ്പൂരിൽ നിന്നുള്ള MP-മാർക്ക് അതുപോലെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് സംസാരിക്കാൻ അനുവാദം കൊടുക്കണം, അതിനുശേഷം മതി പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നാണ് പ്രതിപക്ഷം തർക്കമായിട്ട് ഉന്നയിച്ചത്. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ആവശ്യമുള്ളവർക്ക് അതിന് അവസരം കൊടുക്കണം, അതും കൂടി കഴിഞ്ഞിട്ട് മാത്രം പ്രധാനമന്ത്രി പ്രസംഗിച്ചാൽ മതി എന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയതോടെ MP-മാർ ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളും മേശയിൽ തല്ലിലും മറ്റും ഉയർത്തുകയായിരുന്നു. മണിപ്പൂർ മണിപ്പൂർ, തനഹാഹി, നിഹിൻ ചലേഗി, സ്വേച്ഛാധിപത്യം ഞങ്ങൾ അനുവദിക്കുകയില്ല, മണിപ്പൂരിന് ജസ്റ്റിസ്, മണിപ്പൂരിന് നീതി, മണിപ്പൂരിന് ശാന്തി, ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സ്പീക്കറോട് രോക്ഷത്തോടെ പ്രതിപക്ഷ നേതാവ് അടക്കം ശാസിക്കുകയായിരുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത്. ലോക്സഭയുടെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. പക്ഷേ നിലവിലുള്ള സഭയുടെ ബിസിനസ് പ്രകാരം നേരത്തെ ചിട്ടപ്പെടുത്തിയ അജണ്ടകൾ പ്രകാരമാണ് സഭ പ്രവർത്തിക്കുന്നത്. നേരത്തെ ചിട്ടപ്പെടുത്തിയ സഭയുടെ ആ ഒരു അജണ്ട പ്രകാരം തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ സംസാരിപ്പിച്ചതും അതുപോലെ തന്നെ ഇതുവരെ നടത്തിക്കൊണ്ടുവന്നതും. ഇപ്പോൾ അജണ്ടകളിൽ നിന്ന് മാറിപ്പോകുന്നത് ശരിയല്ല. ഇതുവരെ സഭ നടത്തിയത് മുൻകൂട്ടി തീരുമാനിച്ച കാര്യപരിപാടികളുടെ തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് പ്രകാരമായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഊഴമാണ് സംസാരിക്കുവാൻ. പ്രതിപക്ഷ നേതാവിന് അടക്കം മറുപടി കൊടുക്കുവാനുള്ള പ്രധാനമന്ത്രിയുടെ ഊഴമാണ്. സഭയുടെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യപരിപാടികളിൽ പെട്ടെന്ന് പ്രധാനമന്ത്രി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ മാറ്റം വരുത്തണമെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് സംസാരിക്കുവാൻ അനുവദിക്കുകയില്ല. പ്രധാനമന്ത്രിക്ക് കിട്ടിയ സമയം, കൊടുത്തിരിക്കുന്ന സമയം ഉപയോഗിക്കും. മറ്റ് ബിസിനസ്സുകൾ, മറ്റാളുകൾക്ക് ഇനി പ്രസംഗിക്കുവാനുള്ള സമയമില്ല. ഇത് മുൻകൂട്ടി തീരുമാനിച്ച കാര്യപരിപാടികൾ അനുസരിച്ചാണ് പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ ഗാന്ധിനെ അടക്കം പ്രസംഗിക്കുവാൻ സമ്മതിച്ചതെന്നാണ് സ്പീക്കറുടെ നിലപാട്. തുടർന്ന് നരേന്ദ്രമോദി പ്രസംഗിക്കുകയായിരുന്നു. രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചത്. ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് 3-ാം തവണയും പ്രവർത്തിക്കുവാൻ അവസരം നൽകി. അതിന് നിങ്ങൾക്കെന്താണ്? നിങ്ങളെ പ്രതിപക്ഷത്തിരുത്തിയാൽ നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ജോലി ചെയ്യണം. ഞങ്ങൾക്ക് 3-ാം തവണയും ജനങ്ങൾ ജനവിധി നൽകി. കഴിഞ്ഞ 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ജനങ്ങൾ കണ്ടു. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് സംഭവിച്ചിട്ടില്ല. 10 വർഷം കൊണ്ട് 25 കോടി ജനങ്ങളെയാണ് ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയത്. അവരെല്ലാം നന്ദി പ്രകാശിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും 3-ാം തവണയും തുടർച്ചയായിട്ട് ഞങ്ങളെ ഭരണത്തിൽ എത്തിച്ചത്. നല്ല ഭൂരിപക്ഷത്തോടെ
തീരുമാനത്തോടുകൂടി പ്രതീക്ഷിക്കുന്ന കഠിനമായ പ്രതിസന്ധികളിൽ അതെല്ലാം നേരിടും എന്ന് നരേന്ദ്രമോദി പറയുകയാണ്. ന്യൂനപക്ഷ പ്രകടനം, UPA സർക്കാരിൻ്റെ കാലത്തെ അഴിമതി, ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370, ഭീകരർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ, പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് എന്നിവയെല്ലാം പ്രധാനമന്ത്രി തൻ്റെ നേട്ടങ്ങളായിട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ശക്തമായ അവസരത്തിലും പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. വളരെ ശബ്ദമുയർത്തിയാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ 10 വർഷത്തിലധികമായിട്ടുള്ള ലോക്സഭ ചരിത്രത്തിൽ ഇത്രമാത്രം ശബ്ദമുയർത്തി പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല. മാത്രമല്ല പ്രധാനമന്ത്രിയും മന്ത്രിമാരുടെയും ആവർത്തിച്ചുള്ള എതിർപ്പുകൾ പ്രതിപക്ഷം അവഗണിച്ചു. പൊട്ടിത്തെറികൾ നിറഞ്ഞ സമീപനമായിരുന്നു കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയോട് പ്രധാനമന്ത്രി പറഞ്ഞു, താങ്കൾ പ്രസംഗിക്കുന്നത് തീപ്പൊരി പ്രസംഗമാകാം, പക്ഷേ അതിൽ മൂർച്ചയില്ല, അതിന് വേണ്ടത്ര ശക്തിയില്ല എന്ന് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെ പറഞ്ഞു. പ്രധാനമന്ത്രി മോദി പ്രസംഗം തുടർന്നതോടെ പ്രതിഷേധം വീണ്ടും വർദ്ധിക്കുകയായിരുന്നു. മോദിയെ സംസാരിപ്പിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാതെ ഒരു മുൻകൂട്ടി തീരുമാനിച്ച അജണ്ട പോലെ വലിയ പ്രക്ഷുബ്ധമാവുകയായിരുന്നു. ഡെസ്കിലടിച്ചും മുദ്രാവാക്യം വിളിച്ചും വലിയ തോതിൽ ലോക്സഭ പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷത്തെ ഉപദേശിച്ചുകൊണ്ട് സ്പീക്കർ ഓം ബിർള പറഞ്ഞത്, ഇന്നലെ ഞാൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് 90 മിനിറ്റ് സംസാരിക്കാൻ തന്നു. അത് ആരും ഈ സഭയിൽ തടഞ്ഞില്ല, ശബ്ദമുയർത്തിയില്ല, തടസ്സപ്പെടുത്തിയില്ല, ഡെസ്കിലിടിച്ചില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾ പെരുമാറരുത്. ഈ ചിന്താഗതി സഭയുടെ അന്തസ്സിന് ചേർന്നതല്ല. ഇത് 5 വർഷം ഈ രീതിയിൽ പോകുവാൻ നമുക്ക് പറ്റില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ ഇത്തരത്തിൽ ശബ്ദമുണ്ടാക്കുന്നവരെ പാരസൈറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. പാരസൈറ്റ്, കഥാകഥ് ദിവസ് എന്നൊക്കെ പ്രധാനമന്ത്രി പ്രതിഷേധങ്ങൾക്കിടയിൽ തിരിച്ചടിച്ചു. ചിലരുടെ വേദന എനിക്ക് മനസ്സിലാക്കാനാകും. നുണകൾ ആഞ്ഞാഞ്ഞു പ്രചരിപ്പിച്ചിട്ടും ഞങ്ങൾ വിജയിച്ചു, അവർ പരാജയം രുചിച്ചു, നുണ പ്രചരിപ്പിച്ചവർ തോറ്റുപോയി. ഇതൊക്കെ അവരുടെ ഒരു വികാര പ്രകടനത്തിൻ്റെ കാരണമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ 3-ാം തവണയും പ്രവർത്തിക്കുവാനുള്ള അവസരം നൽകി, ജനവിധി നൽകി. ഇത് ഞങ്ങളുടെ കരിയറിൻ്റെ ഒരു വിജയമാണ്. ജനങ്ങളുടെ ജനവിധി വായിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുക. നിങ്ങൾ പ്രതിപക്ഷത്താണ്, നിങ്ങൾ പ്രതിപക്ഷത്തെ എക്കാലവും തുടരും. 2024 മുതൽ കോൺഗ്രസിനെ പാരസൈറ്റ് കോൺഗ്രസ് എന്ന് വിളിക്കും. അതാണ് നരേന്ദ്രമോദി നടത്തിയ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പദപ്രയോഗം. 2024 മുതൽ പാരസൈറ്റ് കോൺഗ്രസ് എന്നായിരിക്കും നിങ്ങൾ അറിയപ്പെടുന്നത്. ലോകസഭയിൽ വന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ വികസന പദ്ധതികൾ ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഈ വേദി ഒരു ശല്യപ്പെടുത്തലിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിൻ്റെ, ഇവിടെ കലഹവും ഉണ്ടാക്കി സഭാ നടപടികളും ഭരണവും മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുവാനുള്ള നീക്കമാണ് തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പാരസൈറ്റ് കോൺഗ്രസ് എന്നായിരിക്കും ഇനി മുതൽ നിങ്ങൾ അറിയപ്പെടുന്നത്. മറ്റൊന്ന്, പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെ അദ്ദേഹത്തെ വിമർശിച്ചു. ബലക് ബുദ്ധി, അതായത് പക്വതയില്ലാത്തവൻ എന്നാണ് രാഹുലിനെ നോക്കി വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ പരിധികൾ അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സും അദ്ദേഹത്തിൻ്റെ ബലക്കുറവും അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ജൂലൈ 1 രാജ്യം കഥാകഥ് ദിവസ് ആചരിച്ചു. ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 8500 കോടി രൂപയുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പ്രധാനമന്ത്രി കോൺഗ്രസിനെ നോക്കി പരിഹസിച്ചു. കോൺഗ്രസ് സ്ഥിരം നുണയന്മാരാണ്. അതുകൊണ്ട് തന്നെ കഥാകഥ് ദിവസാണ് ജൂലൈ 1 മുതൽ. ജനങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കണം, എവിടെയാണ് വാഗ്ദാനം ചെയ്ത പണം? നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. എന്തായാലും പാർലമെന്റിൽ സ്ഥിരമായ ഒരു ആക്രമണം അല്ലെങ്കിൽ സ്ഥിരമായ ഒരു നടപടിക്രമങ്ങളിൽ ഒരു കലഹമുണ്ടാക്കുക ഒരു അജണ്ടയായിട്ട് കൊണ്ടുപോവുകയാണ്. പ്രധാനമന്ത്രി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തെ സംസാരിക്കുവാൻ അനുവദിക്കില്ലാതെ വളരെ കോപാകുലമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു. പാർലമെന്റിൽ ഒരു കലാപം തന്നെ ഉണ്ടാക്കുക, ഭരണത്തെ ഈ രീതിയിൽ നേരിടുക, പാർലമെന്റിൽ നേരിടുക, ശക്തമായിട്ടുള്ള കോലാഹലങ്ങളും ശബ്ദകോലാഹലങ്ങളും ഉണ്ടാക്കി സഭ തടസ്സപ്പെടുത്തുക, ഇറങ്ങിപ്പോക്കോ അല്ലെങ്കിൽ സഭ ബഹിഷ്കരിക്കുകയോ ചെയ്യാതെ സഭയിൽ ഇരുന്ന് തന്നെ വളരെ ഉച്ചത്തിൽ ഡെസ്കിലിടിച്ചും വാഗ്വാദങ്ങൾ നടത്തിയും ഗുവാഗുവ വിളിച്ചും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുക, അതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. देश की सेना को आधुनिक बनाना, सशक्त बनाने के ऐसे समय कांग्रेस क्या कर रही है? ये झूठ फैला रहे हैं। डिफेंस रिफॉर्म के प्रयासों को कमजोर करने का षड्यंत्र कर रहे हैं। आदरणीय सभापति जी, दरअसल
कांग्रेस के लोग कभी भी भारतीय सेनाओं को ताकतवर होते नहीं देख सकते। आदरणीय सभापति जी, कौन नहीं जानता कि नेहरू जी के समय देश की सेनाएं कितनी कमजोर होती थी। हमारी सेनाओं में कांग्रेस ने जो लाखों करोड़ों के घोटाले किए, वही तरीका था जिसने देश की सेना को कमजोर किया है। तथा आदरणीय सभापति जी, कांग्रेस के जमाने में हमारी सेनाओं के पास बुलेट प्रूफ जैकेट भी नहीं हुआ करते थे। सत्ता में रहते हुए देश की सेना को तो बर्बाद किया ही किया, उसको कमजोर किया ही किया, लेकिन ये कारनामे विपक्ष में जाने के बाद भी चलते रहे। विपक्ष में जाने के बाद भी सेना को कमजोर करने के लगातार प्रयास होते रहे। जब ये कांग्रेस सरकार में थे तो फाइटर जेट नहीं लिए, और जब हमने कोशिश की तो कांग्रेस हर तरह की साजिश पर उतर आई। फाइटर जेट एयरफोर्स तक न पहुंच पाए, इसके लिए साजिशें की गई। और आदरणीय सभापति जी, ये बालक बुद्धि देखिए कि राफेल के छोटे छोटे खिलौने बना करके उड़ाने में मजा लेते थे, देश की सेना का मजाक उड़ाते थे। अध्यक्ष जी, कांग्रेस ऐसे हर कदम का, हर रिफॉर्म का विरोध करती है जो भारत की सेना को मजबूती दे, भारत की सेना को मजबूत बनाए। माननीय सदस्यों, सभा की कार्रवाई माननीय प्रधानमंत्री जी के भाषण तक के बढ़ाई जाती है और सभा की कार्रवाई, सारी कार्रवाई पूर्ण तक बढ़ाई जाती है। आदरणीय सभापति जी, समय देने के लिए और समय का विस्तार करने के लिए मैं आपका हृदय से आभार व्यक्त करता हूं। आदरणीय सभापति जी, अब कांग्रेस के लोगों को ये पता चल गया है कि हमारे नौजवानों की ऊर्जा, हमारे सैनिकों का आत्मबल ही हमारे सशस्त्र बलों की सबसे बड़ी शक्ति है।